നമുക്ക് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഓക്കെ, പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ മീനിങ് ഉണ്ട്. എന്താണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്? പ്രീപെയ്ഡ് ആണ്, പെയ്ഡ് ഇൻ അഡ്വാൻസ്. നമ്മൾ വളരെ നേരത്തെ അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് ചെയ്യുന്നതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. സോ അത് നമ്മൾ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ നമ്മൾ എപ്പോഴാണ് അത് ബുക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണോ നമ്മൾ ക്യാഷ് കൊടുക്കുന്നത് ആ ടൈമിൽ തന്നെ നമ്മൾ ക്യാഷ് ബേസിസിൽ എത്രയാണോ കൊടുത്തത് അത് മുഴുവനായും എക്സ്പെൻസിലേക്ക് ഡെബിറ്റ് ചെയ്ത് ബുക്ക് ചെയ്യും. പക്ഷെ അക്രൂവൽ അക്കൗണ്ടിങ്ങിൽ നമുക്ക് അങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു വർഷത്തേക്കുള്ള ഒരു എക്സ്പെൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് വിചാരിക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ആ കൊടുക്കുന്ന സമയത്ത് തന്നെ മുഴുവൻ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പെൻസിലേക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ എല്ലാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കംപ്ലീറ്റ് റിസൾട്ട്സും എല്ലാം എന്താവും, റോങ് ആവും. അപ്പോൾ 1 lakhന്റെ ഒരു എക്സ്പെൻസ് നമ്മൾ ഈ മാസം ഒക്ടോബറിൽ കൊടുത്തു എന്ന് വിചാരിക്കും. ഈ ഒക്ടോബറിൽ കൊടുത്ത 1 lakhന്റെ എക്സ്പെൻസ് അത് ഒരു വർഷത്തേക്കുള്ളതാണ്. പക്ഷെ അത് നമ്മൾ കൊണ്ടുപോയിട്ട് ബുക്ക് ചെയ്യാണ്, ഇന്ന് തന്നെ കൊണ്ടുപോയിട്ട് മുഴുവൻ ആയിട്ട് എക്സ്പെൻസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതെന്തായി, ആ 1 lakh നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് മൈനസ് കാണിക്കും, നമുക്ക് ലോസ് ആയിരിക്കും. അപ്പൊ അവിടെയാണ് നമ്മൾ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്നുള്ള ഒരു ട്രീറ്റ്മെന്റ് വരും. പ്രീപെയ്ഡ് എക്സ്പെൻസ് നമ്മൾ അത് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ, അതായത് ഒരു വർഷത്തേക്കോ 1.5 വർഷത്തേക്കോ അല്ലെങ്കിൽ 6 മാസത്തേക്കോ നമ്മൾ ഒരു എക്സ്പെൻസിന് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ ഒരു കറണ്ട് അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, കാരണം നമ്മൾ അടുത്ത ഒരു വർഷത്തേക്കുള്ള എക്സ്പെൻസ്, അതിനുള്ള ക്യാഷ് നമ്മൾ ഓൾറെഡി അവിടെ എന്ത് ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചു. സോ ആ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് അടുത്ത 6 മാസത്തേക്ക് ഒരു ബെനിഫിറ്റ് ആയിട്ട് വരും. കാരണം നമ്മൾ ആ ഒരു കൺസേൺഡ് സർവീസ് എന്തിനാണോ നമ്മൾ പേയ്മെന്റ് ചെയ്തത്, റെന്റാണെങ്കിൽ റെന്റ്, അഡ്വർടൈസ്മെന്റ് എന്തിനാണോ പേയ്മെന്റ് ചെയ്തത്, അത് നമുക്ക് അടുത്ത 6 മാസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് മറ്റൊരു പേയ്മെന്റ് ഇല്ലാതെ നമുക്ക് ആ സർവീസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് നമുക്കൊരു ബെനിഫിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ആ ബെനിഫിറ്റ്, നമ്മൾ ആ എക്സ്പെൻസിന് വേണ്ടി ചെലവഴിച്ച ആ ബെനിഫിറ്റ് നമുക്ക് ഏത് പീരീഡിലാണോ കിട്ടുന്നത്, ഏത് മാസത്തിലാണോ കിട്ടുന്നത്, ആ മാസത്തില് അതിന്റെ എത്രയാണോ പോർഷൻ, ആ മാസത്തിലെ പോർഷൻ അത് മാത്രമേ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ഓരോ മാസവും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എത്രയാണോ നമ്മൾ ബെനിഫിറ്റ് ഡിറൈവ് ചെയ്യുന്നത്, ആ ഒരു ബെനിഫിറ്റിന്റെ പോർഷൻ മാത്രം എക്സ്പെൻസ് ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഒരു ഉദാഹരണം നോക്കാം, ഒരു എക്സാമ്പിൾ. ഓക്കെ, ഇവിടെ ഞാനൊരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. 1 October 2025 എന്ത് ചെയ്തു, പെയ്ഡ് റെന്റ് ഇൻ അഡ്വാൻസ് ഫോർ നെക്സ്റ്റ് 12 months rupees 50,000 ഇൻ ക്യാഷ്. 50,000 ക്യാഷ് ആയിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്തു. എന്തിനു വേണ്ടി? റെന്റിന് വേണ്ടി. അടുത്ത 12 മാസത്തേക്കുള്ള വാടക നമ്മൾ കൊടുത്തു. ഒക്ടോബർ 1 തീയതി അത് 50,000 രൂപയാണ് കൊടുത്തത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓഫീസിന്റെ റെന്റ് നമ്മൾ 50,000 അങ്ങനെ ഒരു ചെക്കോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അക്കൗണ്ടന്റ് എന്നുള്ള നിലക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്? അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മളൊരു അക്കൗണ്ടന്റ് എന്നുള്ള നിലക്ക് 50,000 ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ അത് നേരെ നമ്മൾ എന്ത് ചെയ്യും, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്ത്, റെന്റ് ആണെങ്കിൽ റെന്റ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് ഇത് ക്ലോസ് ചെയ്യും. ഒരൊറ്റ എൻട്രി മതി ക്യാഷ് ബേസിസിൽ. അത് എന്തായി, ആ ട്രാൻസാക്ഷൻ ക്ലോസ് ആയി.
പക്ഷെ എന്താ സംഭവിക്കുക, ആ മാസം നമുക്ക് ആ 50,000 മുഴുവനായിട്ട് എന്ത് വരും, ലോസ് വരും. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ലോസ് ആയിട്ട് വരും. പക്ഷെ അതേസമയം നമ്മുടെ വാടക 50,000 ഉണ്ടോ ആ മാസം? ഇല്ല. നമ്മുടെ വാടക എത്രയേ ഉള്ളൂ? ഈ 50,000 എന്ന് പറയുന്നത് 12 മാസത്തേക്ക് ചെയ്തിട്ടുള്ള വാടകയാണ്. അത് മുഴുവനായിട്ട് ഒരുമിച്ച് അവിടെ കൊണ്ടുപോയിടുമ്പോൾ അത് വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടതാണ് ഒരു പ്രീപെയ്ഡ് എക്സ്പെൻസസിന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയും. അപ്പൊ നമ്മളിവിടെ അക്രൂവൽ ബേസിസിൽ ചെയ്യാൻ പോകുന്നത് മന്ത്ലി ക്ലോസിംഗ് ഓഫ് ബുക്സ് ആണ് മിക്കവാറും കമ്പനികൾക്ക് ആവശ്യമുള്ള കാര്യം. ആനുവൽ ക്ലോസിംഗ് ഒക്കെ മുമ്പായിരുന്നു, മിക്കവാറും എല്ലാം മന്ത്ലി ക്ലോസിംഗ് ആണ്. സോ ഈ ഒരു ട്രാൻസാക്ഷന് നമ്മൾ 12 മാസത്തേക്ക് 50,000 കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. ആ ഒരു ട്രാൻസാക്ഷന് അതിന്റെ പീരീഡ് വരുന്നത് 1 ഒക്ടോബർ മുതൽ അടുത്ത വർഷം സെപ്റ്റംബർ വരെയാണ്. 2024 എന്നാണ്. 2025 മുതൽ 2026 വരെ. ഓക്കെ, ഒക്ടോബർ 2025 മുതൽ സെപ്റ്റംബർ 2026 വരെയുള്ള പീരീഡിനാണ് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ മന്ത്ലി ക്ലോസിംഗ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. മന്ത്ലി ക്ലോസിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് മന്ത്ലി ഉള്ള പ്രോഫിറ്റും കാര്യങ്ങളും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിന് കുറെ കാര്യങ്ങൾ നമ്മൾ അക്കൗണ്ടിങ്ങിൽ ചെയ്യേണ്ടതുണ്ട്. മന്ത്ലി ക്ലോസിംഗിന് പ്രോപ്പറായിട്ട് ഇയർലി ക്ലോസിംഗിന്റെ സെയിം ഇമ്പാക്റ്റിൽ തന്നെ നമ്മൾ മന്ത്ലി ക്ലോസിംഗ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മുടെ ഒക്ടോബർ ബുക്സിൽ എന്തൊക്കെ എൻട്രീസ് ആണ്? പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് അക്കൗണ്ടിന് എന്തായാലും ക്രെഡിറ്റ് ചെയ്യണം, ക്യാഷ് പോവാണ്. അപ്പൊ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ആണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. പ്രീപെയ്ഡ് ഇവിടെ റെന്റ് ആയതുകൊണ്ട് പ്രീപെയ്ഡ് റെന്റ് അക്കൗണ്ട് ഉള്ള അക്കൗണ്ടിലേക്ക് നമ്മൾ ഡെബിറ്റ് കൊടുക്കുന്നു, ക്യാഷ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു അക്കൗണ്ടിന്റെ നേച്ചർ ഇത് എന്ന് പറയുന്നത്, ഈ പ്രീപെയ്ഡ് റെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു കറന്റ് അസറ്റ് ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ചാർട്ട് ഓഫ് അക്കൗണ്ട്സിലെ കറന്റ് അസറ്റിന്റെ കീഴിലാണ് പ്രീപെയ്ഡ് റെന്റ് അക്കൗണ്ട് എന്നുള്ള അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്ത് പ്രീപെയ്ഡ് റെന്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും. നമ്മൾ അക്രൂവൽ ഓഫ് എക്സ്പെൻസിൽ ചെയ്തതുപോലെ നമ്മൾ താൽക്കാലികമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ 50,000 ഒരു അസറ്റ് അക്കൗണ്ടിൽ പാർക്ക് ചെയ്യാം. ഓക്കെ, ഇത് ബാലൻസ് ഷീറ്റ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ അത് പെർമനന്റ് അക്കൗണ്ട് ആണ്, അത് നമ്മൾ ക്ലോസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ക്യാഷ് ഒന്ന് പോയി, അതായത് കാണിച്ചു, പക്ഷെ എക്സ്പെൻസിലേക്ക് നമ്മൾ ബുക്ക് ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ ഒരു കറന്റ് അസറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് 50,000. അങ്ങനെ കറന്റ് അസറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് അത് ഡ്യൂറിങ് പേയ്മെന്റ് ആണ്, പേയ്മെന്റ് സമയം. അപ്പോൾ ഒരു മാസം കഴിഞ്ഞു വിചാരിക്കുക. അങ്ങനെ ബുക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ഒക്ടോബർ കഴിഞ്ഞു. അപ്പൊ 31 ഒക്ടോബറിന് നമുക്ക് മന്ത്ലി ക്ലോസിംഗ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പൊ 31 ഒക്ടോബറിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വാടക എക്സ്പെൻസിൽ വന്നിട്ടില്ല. 50,000 കൊണ്ടുപോയിട്ട് എവിടെയായിട്ടുള്ളത്? പ്രീപെയ്ഡ് റെന്റ് അക്കൗണ്ട് എന്നുള്ള കറന്റ് അസറ്റിലാണ്, ബാലൻസ് ഷീറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ റെന്റ്, ആ മാസത്തെ റെന്റ് അക്കൗണ്ട്സിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ അക്കൗണ്ട്സിലേക്ക് വരുത്താനുള്ള എൻട്രിയാണ് അത് നമുക്ക് റെന്റ് അക്കൗണ്ട്. ഇത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലാണ്. നമുക്ക് അറിയുന്ന പോലെ റെന്റ് അക്കൗണ്ട് എന്നുള്ളത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് കൊടുത്ത് പ്രീപെയ്ഡ് റെന്റ് അക്കൗണ്ടിന് ക്രെഡിറ്റ് കൊടുക്കും. അത് ഒക്ടോബറിലാണ്. ഒരു മാസത്തെ വാടകയാണ് 4,167. 50,000 / 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് 4,167 കിട്ടും. അപ്പൊ ഒരു മാസത്തെ വാടക നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രീപെയ്ഡ് റെന്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ്. അപ്പൊ ഇവിടെ എന്താ ഇമ്പാക്ട് വരുന്നത്? 50,000 ഇവിടെ ഡെബിറ്റ് കൊടുത്തു പ്രീപെയ്ഡ് റെന്റ് അക്കൗണ്ടില്. ആ 50,000-ൽ നിന്ന് 4,167 ഡിഡക്റ്റ് ചെയ്തു. ഇവിടെ ക്രെഡിറ്റ് ആണ്, അപ്പോ മൈനസ് ഡിഡക്റ്റ് വരും, അല്ലെ? ഡിഡക്ഷൻ വരും. ഇവിടെ 50,000-ൽ നിന്ന് 4,167 ഡിഡക്ഷൻ കൊടുത്തു. അപ്പോ ആ ഒരു മാസത്തെ വാടക 50,000-ൽ നിന്ന് എന്ത് ചെയ്തു? കുറഞ്ഞു. മാസത്തെ വാടക കുറഞ്ഞു. നമ്മൾ മുഴുവനായിട്ട് ബുക്ക് ചെയ്തില്ല, അപ്പോ ഒരു മാസത്തിൽ മാത്രമേ ബുക്ക് ചെയ്തുള്ളൂ. അപ്പൊ 31 ഒക്ടോബർ 2025 ഫസ്റ്റ് മന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാലൻസ് ഷീറ്റ് അക്കൗണ്ട് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ, 1 നവംബറിൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് അക്കൗണ്ട് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ, ബാലൻസ് ഷീറ്റ് സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഒരു അക്കൗണ്ട് ഉണ്ടാവും, പ്രീപെയ്ഡ് റെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് കാണും.
അതിന്റെ ബാലൻസ് 45,833 രൂപയായിരിക്കണം. കാരണം ആ ഒരു മാസത്തെ വാടക നമ്മൾ എന്ത് ചെയ്തു, എക്സ്പെൻസിലേക്ക് ചാർജ് ചെയ്തതുകൊണ്ട് ബാക്കിയുള്ള എമൗണ്ട് അടുത്ത 11 മാസത്തേക്കുള്ള എമൗണ്ട് ആണ് 45,800. അത് ഇതുപോലെ ഓരോ മാസവും ഈ ഒരു എൻട്രി നമ്മൾ പാസ് ചെയ്യും. ഓരോ മാസവും അങ്ങോട്ട് അടുത്ത 11 മാസത്തേക്കും 12 മാസത്തേക്കും എന്ത് ചെയ്യണം, റെന്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്ത് പ്രീപെയ്ഡ് റെന്റ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. അങ്ങനെ അവസാനത്തെ മാസം 12ാമത്തെ മാസം നമ്മൾ ഈ ഒരു എൻട്രി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അക്കൗണ്ട് അവിടുന്ന് ഡിസപ്പിയർ ആവും. അതിന്റെ ബാലൻസ് 0 ആവും. അതില് കാരണം 50,000 ലാസ്റ്റ് സെപ്റ്റംബർ 1 സെപ്റ്റംബർ വരെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് ഒക്ടോബർ 31 പറയാം. ഒക്ടോബർ 31 മന്ത് എൻഡിൽ. അപ്പൊ 1 സെപ്റ്റംബറിനൊക്കെ നമ്മൾ അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ 12 മാസത്തെ വാടകയും നമ്മൾ പ്രോപ്പറായിട്ട് അപ്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ഓരോ മാസത്തെ വാടക മാത്രം അതാത് മാസങ്ങളിൽ ബുക്ക് ചെയ്യും. നമ്മുടെ അക്കൗണ്ടിങ് പ്രോപ്പറായി. അപ്പോൾ ഇതുപോലെ ആണ് ഓരോ കമ്പനികൾക്കും അക്കൗണ്ടിങ് വേണ്ടത്. കാരണം ഒരു മാസത്തെ ആക്ച്വൽ എക്സ്പെൻസ് എത്രയാണോ ആ എക്സ്പെൻസ് മാത്രമേ ബുക്ക് ചെയ്യാൻ പാടുള്ളൂ. നമ്മള് പിന്നെ ചെലവാകുന്ന സമയത്ത് മാത്രം, അതായത് ക്യാഷ് നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കുമ്പോഴോ ക്യാഷ് കിട്ടുമ്പോഴോ മാത്രം ബുക്ക് ചെയ്യുന്നതല്ല. അപ്പോൾ നമുക്ക് ആക്ച്വൽ ആയിട്ടുള്ള എക്സ്പെൻസ് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ബുക്ക് ചെയ്യേണ്ടത്. അങ്ങനെ അതാണ് അക്രൂവൽ ബേസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ പ്രത്യേകത. പിന്നെ നമ്മൾ ഇതിപ്പോ നമ്മൾ ഒന്ന് മാത്രമാണ് ഇവിടെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. കമ്പനികളിൽ മിക്കവാറും കമ്പനികൾക്ക് 15ഉം 20ഉം ഒക്കെ പ്രീപേയ്മെന്റ്സ് ഉണ്ടാവും. അഡ്വർടൈസ്മെന്റ് ഉണ്ടാവും, റെന്റ്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പ്രീപെയ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യും. മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ, വെഹിക്കിൾ ഇൻഷുറൻസ്, അതെല്ലാം 12 months ഒക്കെ, പിന്നെ 6 months 8 months അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പ്രീപേ ചെയ്യും, അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് ചെയ്യും. അപ്പൊ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന എല്ലാ എക്സ്പെൻസുകളും അതാത് മാസങ്ങളിൽ നമ്മൾ ബുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ പേയ്മെന്റ് എന്നുള്ള പ്രീപേയ്മെന്റ് എക്സ്പെൻസിന്റെ ട്രീറ്റ്മെന്റ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ടൊരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഒരു പ്രീപേയ്മെന്റ് ഷെഡ്യൂൾ എല്ലാ പ്രീപേയ്മെന്റ്സും ഉൾപ്പെടുത്തിക്കൊണ്ട്. അപ്പൊ അതിന്റെ ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇപ്പൊ നമ്മൾ ഇന്ന് ചെയ്തതിന്റെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡേറ്റ് എഴുതി, എന്താണോ എക്സ്പെൻസിന്റെ നെയിം അത് എഴുതി, പ്രീപെയ്ഡ് റെന്റ് ആണ്. ഓക്കെ, ഫ്രം പീരിയഡ് ടു പീരിയഡ് എഴുതാം. ഓക്കെ, എന്നിട്ട് എമൗണ്ട് എത്രയാണോ, ഇവിടെ ഒരു ബാലൻസ് കോളം കൊടുക്കുന്നു. അത് നമുക്ക് എന്തിനാണ്, ഇപ്പോൾ ഈ മാസം എടുത്തു കഴിഞ്ഞാൽ എത്ര റിഡക്ഷൻ ആയി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 45,833 ആണ് ആസ് ഓൺ എൻഡ് ഓഫ് ദി ഒക്ടോബർ നമുക്ക് ബാലൻസ് ഉള്ളത്. ഇപ്പോൾ ഒക്ടോബറിൽ നമ്മൾ ഇത്രയും 4,166 നമ്മൾ എന്ത് ചെയ്തു, ചാർജ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഓരോ മാസവും ചാർജ് ചെയ്ത് ലാസ്റ്റ് വരുമ്പോൾ നമ്മുടെ ഈ ബാലൻസ് 0 ആവും. ആഫ്റ്റർ 12 months ഇത് 0 ആവും. ഇത് ഇങ്ങനെ ഒരു ഷെഡ്യൂൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമുക്ക് കുറെ പ്രീപേയ്മെന്റ്സ് ഉണ്ടാവും, 1ഉം 2ഉം ആവും. കുറെ പ്രീപേയ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ വിശദമായിട്ട് ഒരു 10ഓ 12ഓ ഒക്കെ ഉള്ള പ്രീപേയ്മെന്റ്സ് ഉള്ള ഒരു ഷെഡ്യൂള് നമ്മൾ വിശദമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോ അതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസിൽ നമുക്ക് കിട്ടാറുള്ളത്.